ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായി സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഇംഗ്ലീഷിൽ പറയാറുള്ളത് പോലെ ക്വിറ്റേഴ്സ് നെവർ വിൻസ് ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്സ്. വിട്ട് ചെയ്യുന്നവരാരും വിജയിക്കില്ല, വിജയിക്കുന്നവർക്കാർക്കും വിട്ട് ചെയ്യുന്ന അഥവാ ഗ്യാപ്പ് ഇടുന്ന ശീലമില്ല. തീർച്ചയായും ലൈഫിൽ നമ്മളിതൊരു മെസ്സേജായിട്ട് ഉൾക്കൊള്ളണം. നിങ്ങൾ സൈക്കിള് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഡ്രൈവിങ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സിംഗിങ് ആണെങ്കിലും, ഡ്രോയിങ് ആണെങ്കിലും, ഒരു ബിസിനസ് ആണെങ്കിലും, എന്ത് കാര്യവും പഠിക്കണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. കഠിനവും നിരന്തരവുമായിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യുന്നവരാണ് ചരിത്രം കീഴടക്കിയിട്ടുള്ളത്. നമുക്കും സാധിക്കും. കഠിനവും നിരന്തരവുമായിട്ടുള്ള പരിശ്രമം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രം മതി. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ്ങിലെ 25 വർഷത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ പഠിച്ച ഒരേ ഒരു കാര്യം, നിങ്ങളെപ്പോഴും ബിസിനസ്സിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മുടെ പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട്, വലിയ വിജയങ്ങൾ നേടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്നറിയാം, അവർ കുറച്ച് ദിവസം ബിസിനസ്സിൽ ആക്റ്റീവായിരിക്കും, 1 വീക്ക് 2 വീക്ക്. എന്നിട്ട് എന്തെങ്കിലും ഒരു ജെന്യുവൻ റീസൺ വരുമ്പോൾ ഒരു മാസത്തെ ലീവ് എടുക്കും, അല്ലെങ്കിൽ ഒരു മാസത്തെ ഗ്യാപ്പ് കൊടുക്കും. ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ എന്താ സംഭവിക്കുക, അവരുടെ എനർജി ലെവൽ താഴത്തേക്ക് പോകും, അവരുടെ ബിലീഫ് ലെവൽ താഴത്തേക്ക് പോകും, അവരെ കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു ഫയർ, ഇൻട്രസ്റ്റ്, എക്സൈറ്റ്മെൻറ്റ്, എന്തൂസിയാസം താഴത്തേക്ക് പോകും. ഈ ലെവൽ താഴെ നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഇറങ്ങിയാൽ ആ ഒരു റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. നമ്മൾ പറയാറില്ലേ, ദോശക്കല്ലിൽ ചൂടായി കിടക്കുമ്പോഴാണ് അതിൽ ദോശ ചൂടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ശരീരവും മനസ്സും കൂടെ കമ്പയർ ചെയ്താൽ ശരീരം 10%, മനസ്സ് 90%. ഈ എക്സൈറ്റ്മെൻറ്റ്, ഫയർ, ബിലീഫ്, എന്തൂസിയാസം, എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് മനസ്സിനാണ്. ആ മനസ്സിന് ആ ഒരു ശക്തിയുടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. പലപ്പോഴും പല ആളുകൾക്ക് എല്ലാവരും പാർട്ട് ടൈമായിട്ടാണ് തുടങ്ങുക ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. അവരുടെ ഏതെങ്കിലും സുഹൃത്തോ കൊളീഗോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പരിചയക്കാരോ ബന്ധുക്കളോ അങ്ങനെയുള്ള ആൾക്കാർ അവരോട് വന്ന് ഒരു ബിസിനസ്സിലേക്ക് വന്നു. പക്ഷേ അത് കഴിയുമ്പോൾ അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ കരിയറിൽ, അവരുടെ മേഖലയിൽ അവർ തിരക്കാണ്. അപ്പോൾ അവർ വിചാരിക്കും ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി, മാസത്തിൽ 4 ദിവസം ചെയ്താൽ മതി. ചിലപ്പോൾ ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ ബൈ മിസ്റ്റേക്ക് പറയും, നിങ്ങൾ അധികം പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം. ഒരിക്കലും അങ്ങനൊരു മെസ്സേജ് ഒരാൾക്ക് കൊടുക്കരുത്. അത് അവർക്ക് വിശ്വാസം കുറയാനുള്ള കാരണമില്ലാവുള്ളൂ. പണിയെടുക്കാതെ എവിടെയെങ്കിലും നേട്ടം കിട്ടുമോ, സക്സസ് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അവരപ്പോൾ ചിന്തിക്കില്ലേ, അവരതിൽ സീരിയസ് ആവില്ല. അപ്പോൾ അവരോട് പറയേണ്ടത്, ഒരു ദിവസം അവരുടെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ഒരു 4 hours അവരുടെ ലൈഫിൽ നിന്നും കണ്ടെത്തുക. മോർണിംഗ് ടൈം ആണെങ്കിൽ മോർണിംഗ് ടൈം, ഈവനിങ് ടൈം ആണെങ്കിൽ ഈവനിങ് ടൈം. അവർക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു സമയം കണ്ടെത്തുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ ഉണരാനും രാവിലെ വളരെ ഹാപ്പി മൂഡിലിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവുള്ളൂ. ഇൻ കേസ് അതിപ്പോൾ ഈവനിങ് ആണെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ കാണുക. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ശക്തമായി ഡെവലപ്പ് ചെയ്യും. ഒരു ടീം എംപവേർഡായിട്ട് ഇരുന്നാൽ ആ ടീമിനോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എനർജി ലെവൽ കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ സ്ഥിരോത്സാഹത്തോടു കൂടി നിൽക്കുവാനും നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഓരോ ആഴ്ചയിലും നല്ല ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് അത് എങ്ങനെ എത്തണം എന്നുള്ള പ്രൊജക്ഷൻ ചാർട്ട് സെറ്റ് ചെയ്ത് നിങ്ങളുടെ അപ്ലൈൻ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മിറ്റഡ് അപ്ലൈനോട് നിങ്ങൾ സംസാരിച്ച് ആ ഒരു വർക്ക് ചാർട്ട് റെഡിയാക്കി അതനുസരിച്ച് വർക്ക് പ്ലാൻ ചെയ്യണം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കും ആയിരിക്കണം. ഇന്നിപ്പോൾ കുറേ ആൾക്കാരെ കൺവിൻസ് ചെയ്തു, പിന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ, ക്ലോസ് ചെയ്യാൻ, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് അടുത്തടുത്തേക്ക് പോകാറുള്ളൂ. ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെയും പുതിയ ആൾക്കാരുടെ പുറകെ പോവാതെ അവരെ ബിസിനസ് പഠിപ്പിച്ച് അവരുടെ ലിസ്റ്റ് എടുത്ത് അവരോടൊപ്പം ഫീൽഡിലേക്ക് ഇറങ്ങുക. 1 2 3 4 5 അങ്ങനെ 5 10 പ്ലാൻ കൊടുത്തു കഴിയുമ്പോൾ അവർ പ്ലാൻ കൊടുക്കാൻ പോലും പഠിക്കും. യഥാർത്ഥ ട്രെയിനിങ് ഒരു ക്ലാസ് റൂമിൽ ഇരുന്നല്ല, അതൊരു ഫീൽഡിൽ ഇറങ്ങിയാണ് കൊടുക്കുന്നത്. അവരൊരു 10 മീറ്റിംഗ് കഴിഞ്ഞാൽ 1 2 ഹൗസ് മീറ്റിങ്ങുകൾ നടത്തിയാൽ എങ്ങനെ ബിസിനസ് പ്രസൻറ്റ് ചെയ്യണം, പ്രോഡക്റ്റ് നോളജ് എന്താണ്, ഇതെല്ലാം അവർ പഠിക്കണം. ഈ രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നിന്നാൽ നമ്മൾ വെച്ച ടാർഗറ്റ്, നമ്മൾ വെച്ച ലക്ഷ്യങ്ങൾ അതൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാനും അങ്ങനെ ഒരു സ്ട്രാറ്റജിയും വെച്ച് മുഴുവൻ ടീമിനെ എംപവർ ചെയ്യാൻ തീരുമാനിക്കുക. ഓരോ വീക്കിലും നിങ്ങളുടെ വരുമാനമാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കോൺഫിഡൻസ് ലെവൽ. ആ ഒരു വരുമാനം ശക്തമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശക്തമായി പ്ലാൻ ചെയ്യുക. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും അത് നടക്കും. പക്ഷേ കീ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൺസിസ്റ്റൻസി ഈസ് ദ കീ.
നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവിട്ട് ചെയ്യുന്നവരാരും വിജയിക്കില്ല, വിജയിക്കുന്നവർക്ക് വിട്ടുവിട്ട് ചെയ്യുന്ന ശീലമില്ല. ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻസ് ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ജീവിതത്തിലെ എത്ര വലിയ ലക്ഷ്യങ്ങളാണെങ്കിലും വിശ്വാസത്തോടെ സെറ്റ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, നേടുക, ലോകത്തിനെ മുഴുവൻ ഇൻസ്പയർ ചെയ്യുക, നിങ്ങളുടെ എൻറ്റയർ ടീമിനെ ഇൻസ്പയർ ചെയ്യുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.